ഒരു മികച്ച വിദ്യാർത്ഥി ആകുന്നത് എങ്ങനെ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ചില വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും മുന്നിലെത്തുന്നു? അവർക്ക് അധിക ബുദ്ധിയാണോ? അല്ല, അവർക്കൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം നിങ്ങൾക്കും അറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറാം. ഈ വീഡിയോ മുഴുവൻ കാണും. കാരണം അവസാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിജയകരമായ വിദ്യാർത്ഥിയുടെ സൂത്രവാക്യമാണ്. നമസ്കാരം, ഞാൻ സഫ്യ ടീച്ചർ ഓൺലൈൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മികച്ച വിദ്യാർത്ഥി എങ്ങനെയാകണം. പഠനം മാത്രം മതിയോ? അല്ലെങ്കിൽ സ്വഭാവം, ലക്ഷ്യം, പരിശ്രമം ഇതെല്ലാം കൂടി വേണോ? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു സാധാരണ വിദ്യാർത്ഥിയല്ല, ഒരു വിജയിയായ വ്യക്തിയായി മാറും. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ലക്ഷ്യം. ലക്ഷ്യമില്ലാത്ത വിദ്യാർത്ഥി ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. നിങ്ങൾക്ക് എന്താകണം? ഡോക്ടർ, ടീച്ചർ, IAS, എഞ്ചിനീയർ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ. ഇതിന് ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കും. ഇന്ന് 2 ചാപ്റ്റർ പഠിക്കണം, ഇന്ന് മൊബൈൽ കുറച്ച് ഉപയോഗിക്കണം, ഇന്ന് റിവിഷൻ പൂർത്തിയാക്കണം, ഇന്ന് കുറച്ച് എഴുതി പഠിക്കണം, ഇന്ന് കുറച്ച് പാഠഭാഗങ്ങൾ കവർ ചെയ്യണം. ഇങ്ങനെ ചിന്തിക്കും. വലിയ ലക്ഷ്യവും ചെറിയ ഡെയിലി ഗോൾസും ആണ് വിജയത്തിലേക്കുള്ള വഴി. ഓർക്കുക, ലക്ഷ്യം വ്യക്തമായാൽ ജീവിതം ശക്തമാകും. ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രം മതിയോ? ഇല്ല, പരിശ്രമവും വേണം. ചില വിദ്യാർത്ഥികൾ പറയുന്നു, ഞാൻ ശ്രമിച്ചു, പലവട്ടം പരിശ്രമിച്ചു, പക്ഷേ ഫലം കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും പരിശ്രമിച്ചോ? അതോ കുറച്ച് പരിശ്രമിച്ചിട്ട് വിട്ടോ? ഇനി വിജയികളുടെ ഗുണങ്ങൾ നോക്കാം. സ്ഥിരത, സമയനിയന്ത്രണം, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. നിങ്ങൾ ദിവസവും 1% ഇംപ്രൂവ് ചെയ്യും. 1 വർഷത്തിൽ നിങ്ങൾ ടോട്ടലി മാറും. 1 വർഷം കഠിനമായി പരിശ്രമിക്കൂ. നിങ്ങൾ ശരിയായ ദിശയിൽ, നേർദിശയിൽ വന്നെത്തും. ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. പക്ഷേ പേഷ്യൻസ് വേണം, ക്ഷമ വേണം. ഹാർഡ് വർക്കും ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ടൈം മാനേജ്മെൻറ്റ്. സമയം കളയുന്നവനല്ല, സമയം ഉപയോഗിക്കുന്നവനാണ് മിടുക്കൻ. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. അതായത് മൊബൈൽ, സോഷ്യൽ മീഡിയ പോലെ നിങ്ങളുടെ സമയം നശിപ്പിക്കുന്ന വലിയ ശത്രുക്കളെ കുറച്ചൊന്ന് മാറ്റിവെക്കുക. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ഷേപ്പ് ചെയ്യും. റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്. അവർ നിങ്ങളുടെ ജീവിതത്തിലെ ഗൈഡ്സ് ആണ്. ഇനി വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് കഴിയും, എന്നെക്കൊണ്ട് പറ്റും, അസാധ്യമായി ഒന്നുമില്ല, നിത്യാഭ്യാസി ആനയെടുക്കും എന്ന വിശ്വാസം. ഇതുണ്ടെങ്കിൽ ഒന്നും ഇമ്പോസിബിളായിട്ട് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്കെല്ലാം കരഗതമാക്കാൻ പറ്റും. ഒരു നല്ല വിദ്യാർത്ഥി ചോദ്യം ചോദിക്കും, ചോദിച്ച് മനസ്സിലാക്കും, മനസ്സിലാകുന്നതുവരെ പരിശ്രമിക്കും, മനസ്സിലാക്കിയെടുക്കാൻ പരിശ്രമിക്കും, തെറ്റിൽ നിന്ന് പഠിക്കും, നിരാശപ്പെട്ടിരിക്കാറില്ല, നിരാശയെ മാറ്റിവെച്ച് പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൃത്യനിഷ്ഠ പാലിക്കും, സമയനിഷ്ഠ പാലിക്കും, ഒപ്പം കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും. ടോപ്പർ ആകേണ്ടതില്ല, പക്ഷേ ബെറ്റർ വെർഷൻ ഓഫ് യുവർ സെൽഫ് ആകണം. അതല്ലേ വേണ്ടത്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട. നിങ്ങൾ ഇന്നലെ ഉണ്ടായതിനേക്കാൾ നല്ലവനാകും. ഇനി നമുക്കൊരു ചെറിയ കഥ നോക്കാം. ഒരു വിദ്യാർത്ഥി പഠനത്തിൽ വീക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ല, അവൻ പഠിക്കില്ല, അവൻ പഠിക്കാൻ മിടുക്കനല്ല, അവനെ കൊണ്ട് സാധിക്കില്ല, അവനൊരു മരമണ്ടൂസാണെന്ന് പറഞ്ഞു. പക്ഷേ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ മാറും, എനിക്ക് മാറണം. അവൻ അന്ന് മുതൽ, ആ തീരുമാനം എടുത്തത് മുതൽ മാറാനായി പരിശ്രമിച്ചു.
എങ്ങനെയെന്നല്ലേ? ദിവസവും പരമാവധി പഠിക്കാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ 2 മണിക്കൂർ, പിന്നെ അത് സമയം കൂട്ടി എഴുതി പഠിച്ചു, വായിച്ചു പഠിച്ചു, നോക്കി പഠിച്ചു, കണ്ടു പഠിച്ചു, കാണാതെ പഠിച്ചു. പഠിത്തത്തിൻ്റെ ലേണിങ്ങിൻ്റെ വിവിധ മാർഗങ്ങൾ അവനാൽ കഴിയുന്നത് ഉപയോഗിച്ച് അവൻ പഠിച്ചു. മൊബൈൽ ഉപയോഗം കുറച്ചു. അതുപോലെ അവൻ്റെ പാഠഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൂട്ടി. അവൻ്റെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് അല്പം ഒന്ന് കുറച്ചു വെച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവനിലുണ്ടായ മാറ്റം അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവൻ എല്ലാ വിഷയത്തിനും നല്ല മാർക്കായി. 90% മാർക്ക് കിട്ടിത്തുടങ്ങി. പലപ്പോഴും അവൻ ടോപ്പറായി ക്ലാസ്സിൽ. അങ്ങനെ അവൻ എടുത്ത ദൃഢനിശ്ചയം അവൻ വിജയിച്ചു. അതിലവൻ സന്തോഷവാനാണ്. അപ്പോൾ ഹീറോ ആരാണ്? ടോപ്പറല്ല, സ്വയം മാറിയ ആളാണ്. നിങ്ങളിപ്പോൾ കേട്ടത് സാധാരണ കാര്യങ്ങൾ പോലെ തോന്നാം. പക്ഷേ ഇത് ഡെയിലി ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി മാറും. ഇന്ന് തന്നെ തീരുമാനിക്കൂ, ഞാനൊരു മികച്ച വിദ്യാർത്ഥിയാവും. എന്നിട്ട് ഇന്ന് മുതൽ പരിശ്രമിക്കൂ. ഇന്ന് മുതൽ ചിന്തിക്കൂ, അസാധ്യമായി ഒന്നുമില്ല. ആപ്തവാക്യങ്ങൾ ഉരുവിടൂ. ആപ്തവാക്യങ്ങൾ പാലിക്കാൻ പരിശ്രമിക്കൂ. അസാധ്യമായി ഒന്നുമില്ല. നിത്യാഭ്യാസി ആനയെ എടുക്കും. പരിശ്രമിച്ചാൽ വിജയിക്കും. ഞാനൊരു മികച്ച വിദ്യാർത്ഥിയാകും. ഞാനൊരു ടോപ്പറാകും. മാക്സിമം മാർക്ക് ശേഖരിക്കാൻ നോക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ, ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഐ വിൽ ചേഞ്ച്. ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ സഫ്യ ടീച്ചർ ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, വിജയാശംസകൾ.